ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരു നോമ്പ് കാലത്തിലേക്ക് നാം പ്രവേശിച്ചു. ഈ സമയത്ത് പലപ്പോഴും നാം ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവാലയത്തിൽ പോകുന്നു. ഇത് നമ്മളെ കൂടുതലായി ക്രിസ്തുവിനോട് അടുക്കുവാൻ സഹായിക്കുന്നു. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും ക്രിസ്തുവിന്റെ സന്നിധിയിൽ എത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. പ്രാർത്ഥന ശ്വാസം പോലെ പ്രധാനമാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിത്തറയാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിലെ വാക്കുകളേക്കാൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഹൃദയമാണ് ദൈവം ശ്രദ്ധിക്കുന്നതെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. നോമ്പിന്റെ 10ാം ദിവസമായ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ കുറിവാക്യമായി എടുക്കുന്നത് 14ാം വാക്യമാണ്. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എല്ലാ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ എത്തുന്നുണ്ടോ? ഈ ചോദ്യത്തിന്റെ മറുപടിയായിട്ടാണ് യേശുക്രിസ്തു പരീശന്റെയും ചുങ്കക്കാരന്റെയും ഉപമ നമ്മെ പഠിപ്പിക്കുന്നത്. ആയതിനാൽ ഇന്നത്തെ ചിന്തയ്ക്ക് ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്ന തലക്കെട്ട് ശൂന്യമായ ഹൃദയത്തിന്റെ പ്രാർത്ഥന, ദ പ്രയർ ഓഫ് ബ്രോക്കൺനെസ്. പ്രസ്തുത വേദഭാഗത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന പരീശൻ തന്റെ പുണ്യപ്രവൃത്തിയുടെ പട്ടിക ദൈവത്തിന് മുൻപിൽ നിരത്തി. ഞാൻ മറ്റുള്ളവരെ പോലെയല്ല എന്ന ചിന്തയിലാണ് ആ പരീശൻ ജീവിക്കുന്നത്. എന്നാൽ അവൻ തന്റെ ഹൃദയത്തെ ദൈവത്തിന് നൽകുവാൻ മറന്നുപോയി. മറുവശത്ത് ചുങ്കക്കാരൻ തന്റെ കുറവുകളെ മറച്ചുവെക്കാതെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനോ സ്വർഗത്തിലേക്ക് നോക്കുവാനോ തുനിയാതെ ദൂരത്ത് നിന്ന് മാറത്തടിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് എന്റെ യോഗ്യതയല്ല, നിന്റെ കരുണയാണ് ആവശ്യം എന്നതായിരുന്നു ചുങ്കക്കാരന്റെ മനോഭാവം. ചുങ്കക്കാരൻ ദൈവത്തിന്റെ മുൻപിൽ തന്റെ യഥാർത്ഥ അവസ്ഥ തുറന്ന് സമ്മതിച്ചു. ആയതിനാൽ ഈ വേദഭാഗത്ത് നിന്ന് 2 ചെറിയ ചിന്തകൾ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, പ്രാർത്ഥന വിശുദ്ധിയുടെ അനുഭവം. ഈ ഭാഗത്ത് പ്രത്യേകമായി കാണുവാൻ സാധിക്കുന്ന വാക്കുകളാണ്. അവൻ ദൂരത്തു നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധിയെ ഭയത്തോടും ഭക്തിയോടും കണ്ടു. മാറത്തടിച്ചതിന്റെ പാപങ്ങളെ കുറിച്ച് അവൻ ആത്മാർത്ഥമായി ദുഃഖിച്ചു. തനിക്ക് ദൈവത്തിന്റെ കൃപയില്ലാതെ ജീവിക്കുവാൻ കഴിയുകയില്ല എന്ന് അവൻ തിരിച്ചറിഞ്ഞു. പരീശൻ പ്രാർത്ഥിച്ചത് ദൈവത്തോടാണെന്ന് തോന്നും, എന്നാൽ വാസ്തവത്തിൽ അവൻ തന്റെ മഹത്വത്തിനാണ് പ്രാധാന്യം നൽകിയത്. ദൈവത്തിനപ്പുറമായി സ്വയം നേട്ടങ്ങൾക്ക് മാത്രമാണ് പരീശൻ ഊന്നൽ നൽകിയത്. പ്രാർത്ഥന നമ്മുടെ വിശുദ്ധിയെ പ്രദർശിപ്പിക്കുവാനുള്ള വേദിയല്ല, മറിച്ച് ദൈവത്തിന്റെ വിശുദ്ധിയെ അംഗീകരിക്കുവാനും മറ്റുള്ളവരുടെ ജീവിതത്തിന് നന്മ പ്രദാനം ചെയ്യുവാനുമുള്ള സമയമാണ്. നുറുങ്ങിയ ഹൃദയത്തോടും അനുതാപത്തോടുമുള്ള പ്രാർത്ഥന ദൈവം നിരസിക്കുകയില്ല എന്ന് 51ാം സങ്കീർത്തനം 17ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. രണ്ടാമതായി, പ്രാർത്ഥന എളിമയുടെ അനുഭവം. യേശു പറഞ്ഞു, ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. അവന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടു. ദൈവം കേൾക്കുന്ന പ്രാർത്ഥനയ്ക്ക് എളിമയുടെ സുഗന്ധമുണ്ട്. ദൈവം നമ്മുടെ യോഗ്യതയല്ല നോക്കുന്നത്, നമ്മുടെ മനസ്സുകളെയാണ്. ദൈവത്തിന്റെ കൃപയാണ് നമ്മുടെ ഏക ആശ്രയം. പരീശൻ മറ്റുള്ളവരുടെ ജീവിതത്തിന് വിധി കൽപ്പിച്ചപ്പോൾ ചുങ്കക്കാരൻ തന്നെത്താൻ താഴ്ത്തി ദൈവത്തിന്റെ മുൻപിൽ സമർപ്പിച്ചു. ക്രിസ്തുവും ഇപ്രകാരം തന്നെത്താൻ താഴ്ത്തി ദാസവേഷമെടുത്താണ് നമ്മുടെ ഇടയിലേക്ക് വന്നത്. പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ എളിമപ്പെടുമ്പോഴാണ് ദൈവിക കൃപ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം പ്രാർത്ഥിക്കുമ്പോൾ പരീശനെ പോലെ നമ്മുടെ നന്മകൾ എണ്ണുകയാണോ, അതോ ചുങ്കക്കാരനെ പോലെ ദൈവത്തിന്റെ കരുണയ്ക്കായി ദാഹിക്കുകയാണോ ചെയ്യുന്നത്? നമ്മുടെ വാക്കുകളുടെ എണ്ണമല്ല, ഹൃദയത്തിന്റെ വിനയമാണ് പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. ചുങ്കക്കാരനെ പോലെ മാറത്തടിച്ച് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് തുറന്ന മനസ്സോടെ ഈ നോമ്പുകാലത്ത് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ?
ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ നോമ്പ് കാലത്ത് വിനയമുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. പ്രാർത്ഥനയിലൂടെ വിശദീകരിക്കപ്പെടുവാനും എളിമപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ. ചുങ്കക്കാരൻ്റെ അനുതാപം ഞങ്ങളിൽ വളർത്തണമേ. നിന്റെ കരുണയാൽ ഞങ്ങളെ നീതീകരിക്കണമേ. ആമേൻ.